നമസ്കാരം. ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔട്ട്ഡോറിലാണ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് റൂമിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ഔട്ട്ഡോറിൽ നിന്ന് റെക്കോർഡ് ചെയ്യാവുന്നൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ്. ക്ഷമിക്കുക. ഈ വീഡിയോയിൽ കുറച്ച് പോരായ്മകളൊക്കെ കാണും. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ള നിക്കോ വില്യംസ് ആൻഡ് ഇനിയാക്കി വില്യംസ് ബ്രദേഴ്സിന്റെ മികവിൽ ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 3-0 ഹോമിൽ പരാജയപ്പെടുത്തി. അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഫൈനലിലോട്ട് കോപ്പ ഡെൽ റേയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ 4-0 അഗ്രിഗേറ്റിലാണ് അവർ ജയിച്ചിരിക്കുന്നത്. മയോർക്ക ആയിരിക്കും ഫൈനലിലെ എതിരാളികൾ. ഇന്നലെ രണ്ട് വില്യംസ് ബ്രദേഴ്സിന്റെ ഷോ ആയിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് 21 വയസ്സുകാരനായ അനിയൻ നിക്കോ വില്യംസിന്റെ കാര്യമാണ്. ഫസ്റ്റ് ഗോളിൽ ചേട്ടൻ ഇനിയാക്കി വില്യംസിന് ഗോൾ ഒരുക്കി കൊടുക്കുക. രണ്ടാമത്തെ ഗോൾ അടിക്കുക. അത് ചേട്ടൻ ഇനിയാക്കി വില്യംസ് ആണ് നിക്കോ വില്യംസിന് ഒരുക്കി കൊടുത്തത്. അല്ലാതെ തന്നെ കളിയിൽ ഉടനീളം നിറഞ്ഞാടി കളിക്കുകയായിരുന്നു രണ്ട് വില്യം ബ്രദേഴ്സ്, എസ്പെഷ്യലി നിക്കോ വില്യംസ്. ഇതിനെ 3-0 തോപ്പിച്ച് 4-0 അഗ്രിഗേറ്റിലാണ് രണ്ട് ലെഗിലും ജയിച്ച് അത്ലറ്റിക് ക്ലബ്ബ് വെൽവാർഡയുടെ പിള്ളേർ കയറിയിരിക്കുന്നത്. വെൽവാർഡ് അവിടെ ഒരു കിഡിലൻ പ്രോസ്പെക്റ്റ് ആണ് ആ ഒരു ടീമിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ലീഗിൽ 5ാമതുണ്ട്, കോപ്പ ഡെൽ റേ ഫൈനലിൽ. ദേ ആർ ഡൂയിങ് വെൽ. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കാര്യം നോക്കാനാണ് ഒരു അല്പം കഷ്ടമാണ്. ഇന്നലെ ഗ്രീസ്മാൻ ഇല്ലായിരുന്നു, മൊറാട്ടയും കുറേയും വെച്ചാണ് ഫ്രണ്ടിൽ ഇറങ്ങിയത്. ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് റിയലി ലുക്കിംഗ് ബാഡ്. ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കാനാണെങ്കിൽ ലീഗിലും ഡ്രോ ആയി. ഇന്നിപ്പോൾ ഒരു തോൽവി. ഇന്റർ മിലാനെതിരെ ഒരു ക്രൂഷ്യൽ ഫിക്സർ വരുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഇഞ്ചറീസും പോട്ടെ, ഇങ്ങനെ മോശം പെർഫോമൻസുകൾ വരയ്ക്കുന്നു. പിന്നെ ഗ്രീസ്മാൻ ഇഞ്ചറീസ് ഓൾസോ എ പ്രോബ്ലം ഫോർ ദം. അവർക്ക് ഒരു 1.5 പണിയാവാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഐ തിങ്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് സിമിയോണി വിൽ ബി എ ബിറ്റ് വറീഡ് വിത്ത് ദിയർ ടീംസ് പെർഫോമൻസ്. ആൻഡ് ഇന്റർ മിലാൻ അപ്പുറത്ത് ലീഗിൽ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ലുക്കിംഗ് ബാഡ് ഫോർ അത്ലറ്റിക്കോ. ഹോമിലാണെന്നുള്ളതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് ചാമ്പ്യൻസ് ലീഗിൽ. ബട്ട് ഇന്നലെ ഹോമിലും അവന്മാർ അത്ലറ്റിക് ക്ലബ്ബ് വന്ന് തോപ്പിച്ചിരുന്നു. പേരും 3-0 വിജയം. ലുക്കിംഗ് ഗ്രേറ്റ്. ഇതിലെ നിക്കോ വില്യംസ് ഹോട്ട് പ്രോസ്പെക്റ്റ് ആണ്. അനിയന് വേണ്ടി പല വമ്പങ്ങളും ഇപ്പോഴും നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ബാർസലോണ ഇസ് വൺ ഓഫ് ദം. ഐ തിങ്ക് ഐ വിൽ ബി ഹാപ്പി ഇഫ് ബാർസലോണ ഗെറ്റ് നിക്കോ വില്യംസ്. റിയലി എക്സൈറ്റിംഗ് പ്ലെയർ. ലീഗിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 22 കളിയിൽ നിന്ന് 3 ഗോളും 6 അസിസ്റ്റോ ഉള്ളെന്ന് ഓൺ പേപ്പർ തോന്നുമെങ്കിലും പുള്ളിയുടെ കളി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി പിച്ചിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഗോൾസ് ആൻഡ് അസിസ്റ്റ് പുള്ളിയുടെ പിച്ചിലുള്ള ഇമ്പാക്റ്റിനെ സത്യം പറഞ്ഞാൽ ന്യായീകരിക്കുന്നില്ല. അവിടുന്ന് നേരെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോവുകയാണെങ്കിൽ എർലിംഗ് ഹാലൻഡ് ടു ബാർസലോണ റൂമേഴ്സ് വളരെ സ്ട്രോങ് ആണ്. നമ്മൾ നോക്കാനാണ് എർലിംഗ് ഹാലൻഡിന്റെ ഏജന്റായ റാഫേൽ പിമെന്റ് ആയിട്ട് ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ റാഫേൽ പിമെന്റ് ആയിട്ട് ഡെക്കോ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അത് എന്നാ പറയാ, വീഡിയോ ഫോട്ടോസൊക്കെ ലീക്കായിരുന്നു. ഡെക്കോയും അതുപോലെ പിമെന്റേയും കൂടെയുള്ള ഫോട്ടോസൊക്കെ. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഏറ്റവും ഹോട്ട് പ്രോസ്പെക്ട് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിലൈറ്റ് ആണ്. പിന്നെയുള്ള വെറാട്ടിയൊക്കെയാണ്. പക്ഷേ ഐ തിങ്ക് ഡിലൈറ്റിനെ ബാർസലോണ ഇപ്പം നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകളില്ല. ഐ തിങ്ക് എർലിംഗ് ഹാലൻഡിന് വേണ്ടി മേ ബി എന്തെങ്കിലും ടോക്സ് നടത്തി കാണും. പക്ഷേ നമ്മൾ റിയലിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ അടുത്ത സീസൺ എർലിംഗ് ഹാലൻഡിനെ കിട്ടാൻ ഇമ്പോസിബിൾ ആണ്. ഓൺലി പോസിബിലിറ്റീസ് 2025-ലും 2026-ലും മറ്റും സൂപ്പർ ലീഗ് തുടങ്ങുകയും നമുക്ക് മേ ബി ഫൈനാൻഷ്യലി ഹ്യൂജ് ബാക്കിംഗ് കിട്ടുകയും മേ ബി നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ പ്രോസ്പെക്റ്റ് ആയിട്ട് ഹാലൻഡിനെ കൊണ്ടുവരികയോ ചെയ്താൽ ചാൻസ് ഉണ്ടെന്നുള്ളതല്ലാതെ ഐ തിങ്ക് ദർ ഈസ് നോ ചാൻസ് എർലിംഗ് ഹാലൻഡ് ഈസ് കമ്മിങ് ടു ബാർസലോണ ദിസ് സീസൺ ബൈ ദിസ് സമ്മർ. പിന്നെ അടുത്ത സമ്മറിൽ സൂപ്പർ ലീഗ് നടക്കാതെ വി കാനോട്ട് അഫോർഡ് എർലിംഗ് ഹാലൻഡ്. ഒള്ളി പിന്നെ നടക്കാനായിട്ടുള്ള സിനാരിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എംബാപ്പെ വന്നിട്ട് അടുപ്പിച്ച് ഇൻഡിവിജ്വൽ അവാർഡ്സ് നേടുകയും മേ ബി റയൽ തകർത്താടുകയും ചെയ്യുമ്പോൾ പുള്ളിക്ക് മേ ബി ബാർസ ഒരു നല്ല ടീമായിട്ട് തോന്നുകയും ഹാളണ്ട് ഒരു മൂവിന് വേണ്ടി പുഷ് ചെയ്താൽ ഞാനൊരു ചാൻസ് കാണുന്നു. അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് ഇമ്പോസിബിൾ. ബാർസലോണയ്ക്ക് സിറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ മേ ബി റിലീസ് ക്ലോസും മറ്റും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഉണ്ടെങ്കിൽ തന്നെ അത് എന്തായാലും 150 മില്യൺ പ്ലസ് ആവും. അത് അഫോർഡ് ചെയ്യാനായിട്ട് ഒരിക്കലും ബാർസലോണയ്ക്ക് സാധിക്കത്തില്ല. ഐ തിങ്ക് മേ ബി ഇത് ഒന്നെങ്കിൽ ലെപ്പോർട്ടയുടെ തന്ത്രമാണ്. ഇപ്പൊ അപ്പുറത്ത് എംബാപ്പെ വരുമ്പോൾ ഒരു ടോക്കിംഗ് പോയിന്റ് ആയിട്ട് ഈ സമ്മറിൽ ഹാലൻഡ് ടു ബാർസ ഒന്ന് എല്ലാവരും ടോക്സ് നടത്തി പുള്ളിക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ മറ്റൊക്കെ ഉള്ളതെങ്കിൽ അതൊരു തന്ത്രമാണ്. അല്ലെങ്കിൽ മേ ബി സീരിയസ്ലി അവർ സൂപ്പർ ലീഗിനെ ആശ്രയിച്ചു സൂപ്പർ ലീഗ് നടക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മേ ബി എർലിംഗ് ഹാലൻഡ് അഫോർഡ് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. എന്താണേലും കൊള്ളാം. അറ്റ് ദിസ് മൊമെന്റ് ബാർസലോണയ്ക്ക് എർലിംഗ് ഹാലൻഡിനെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സിറ്റി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഇമ്പോസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് സമ്മറിലേക്ക് ആളും പ്രതീക്ഷിക്കുന്നത് സൂപ്പർ ലീഗ് നടക്കാതെ ഹാലൻഡ് ബാർസലോട്ട് വരുന്ന ആലോചിക്കോടാണ്. അവിടെ നമ്മൾ ബാർസലോണയെ തന്നെ നിൽക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളുടെ ജേഴ്സി ജീലിന്റെ കാര്യമാണ്. ബാർസലോണയാണ് ജേഴ്സീസ് ആൻഡ് മെർച്ചൻഡൈസ് സെയിലൂടെ മറ്റുമൊക്കെ ഏറ്റവും ഹയസ്റ്റ് റവന്യൂ ജനറേറ്റ് ചെയ്ത ക്ലബ്ബ് 179 മില്യൺ. രണ്ടാമത് റയൽ മാഡ്രിഡ്, മൂന്നാമത് ബയൺ മ്യൂണിക്കാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാർസലോണ മൈറ്റ് ബി തിങ്കിങ് ഓക്കെ നമുക്ക് ഈ 171 മില്യണും ഫുള്ളും നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഡീൽ എന്ന് പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് നൈക്ക് എടുക്കും, ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാർസലോണയ്ക്കും കിട്ടും.
ഇപ്പം ബാർസലോണ ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് ദെയർ ഓൺ ബ്രാൻഡ് എന്ന് കേൾക്കുന്നു. സോ അവർ തന്നെ ജേഴ്സി മാനുഫാക്ചർ ചെയ്യുക, അവരുടെ തന്നെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. സോ അങ്ങനെ കിട്ടുന്ന ഫുൾ റവന്യൂ ബാർസലോണയിലോട്ട് വരുമല്ലോ. സോ ഒരേ ഒരു വിഷയം വരാൻ പോകുന്നത് ഡിസൈൻസ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കാനാണെങ്കിൽ ട്രഡീഷണലി ബാർസലോണ ഡിസൈൻസ് എല്ലാം സൂപ്പറാണ്. നൈക്ക് കൊടുക്കുന്ന ഡിസൈനുകളൊക്കെ അറിയാം, അപ്പോഴും ഒരു ക്ലാസിക് ഡിസൈൻ. സോ ഈ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക എന്തായാലും ഒരു പുതിയ ബ്രാൻഡൊക്കെ തുടങ്ങി എളുപ്പമായിരിക്കത്തില്ല. സോ നമ്മുടെ ജേഴ്സിയുടെ ഡിസൈൻസും മറ്റുമൊക്കെ പഴയ പ്രതാപത്തിൽ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുള്ളൂ. പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഐ ആം സപ്പോർട്ടിങ് ദാറ്റ്. നമ്മൾ ബാർസലോണ ഫാൻസ് ഡെഫിനറ്റ്ലി സപ്പോർട്ടീവ് ആയിരിക്കും. എന്തായാലും ബാർസലോണ നൈക്കിൽ നിന്ന് വിട്ട് ബാർസലോണ സ്വയം ഒരു ബ്രാൻഡ് തുടങ്ങി ദയവിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ അത് വാങ്ങിക്കും. നമ്മൾ ക്ലബിനെ സപ്പോർട്ട് ചെയ്യും. സോ ഐ തിങ്ക് നമ്മൾ ഫുൾ റവന്യൂ നമ്മളിലേക്ക് കിട്ടുവാണെങ്കിൽ അത്ര നല്ലതല്ലേ ക്ലബിന്, നൈക്കിന് ഒരു ഷെയർ കൊടുക്കണ്ടല്ലോ. സോ പക്ഷെ ഒരേ ഒരു പേടി ഡിസൈൻസിന്റെ കാര്യത്തിലാണ്. ഡിസൈൻസ് കുളമാവാതിരുന്ന അടിപൊളിയായിരിക്കും. സോ അത് നോക്കാം എന്താവുന്നത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നൈക്കുമായിട്ടുള്ള നെഗോസിയേഷനും അഥവാ പ്യൂമയുടെ ഓഫർ ഉണ്ട്, അതും നമ്മൾ റിജക്ട് ചെയ്യുന്നു കേൾക്കുന്നു. സോ നമ്മൾ തന്നെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഷുഡ് ബി ഡു ദാറ്റ്? ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. നല്ലൊരു കാര്യമല്ലേ, കൂടുതൽ ഫണ്ട് കിട്ടുകയാണ് അത്ര നല്ല. അവിടുന്ന് തന്നെ നമ്മൾ ബാർസലോണ നിൽക്കാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹെർമോസോ ടു ബാർസലോണ ലിങ്ക്സ് വളരെ ഹൈ ആണ്. സോ ഹെർമോസോ ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ ഒരു ഫ്രീ ഏജന്റ് ആണ്. അത്ലറ്റിക് മാഡ്രിഡിൽ റെഗുലർലി കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ബാർസലോണയ്ക്ക് സ്യൂട്ടബിൾ ആയ ഒരു ഡിഫൻഡർ കൂടാണ്. സോ ഓൺ ദ ആൾ ഡിഫൻസീവ്ലി സൂപ്പർ അല്ല, ഡിഫൻസീവ്ലി ഒത്തിരി മിസ്റ്റേക്സ് വരുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷേ ഓൺ ദ ബോൾ അബിലിറ്റിയുടെ കാര്യത്തിലും മറ്റുമൊക്കെ സൂപ്പറാണ്. ബാർസലോണ ലെവൽ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു അടിപൊളി സെൻട്രൽ ബാക്ക് ആണ് പുള്ളി. ഓൺ ദ ബോൾ അബിലിറ്റി ആണെങ്കിൽ ആളുടെ ഡിഫൻസീവ്ലി കൂടുതൽ ഡിഫൻസീവ് വൾണറബിലിറ്റി ഉണ്ട്. അതാണ് ഒരു വിഷയം പുള്ളിക്ക്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ജൂൾസ് കുണ്ടെ ഈ സീസൺ പോകാനായിട്ടുള്ള സാധ്യത വളരെയാണ്. ഇഫ് വി സെൽ ജൂൾസ് കുണ്ടെ ഫോർ 70-80 million, ഇഫ് യു ക്യാൻ റീപ്ലേസ് ഹെർമോസോ ഫോർ ഫ്രീ, ഐ തിങ്ക് ഇറ്റ് വോണ്ട് ബി എ ബാഡ് ഡീൽ അല്ലേ. സോ നമുക്കവിടെ അത്യാവശ്യം ഇപ്പൊ ഈവൻ ഹെർമോസോനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യണം, യൂസ് ചെയ്യാം. സോ ആൾ ഓൺ ദ ബോൾ അബിലിറ്റി സൂപ്പർബാണ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സോ ഐ തിങ്ക് നല്ലൊരു ഡിഫൻഡർ ആണ് പുള്ളി. ഇൻ ടേംസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ്ലി സൂപ്പർബാണ്. ജൂൾസ് കുണ്ട ലെവലാണെന്ന് പറയത്തില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഡി ഗ്രേഡ്. ജൂൾസ് കുണ്ടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആസ് എ ഡിഫൻഡർ ഇറ്റ് വിൽ ബി ഒരു ഡി ഗ്രേഡ് ആയിരിക്കും ഹെർമോസോ. പക്ഷേ ഐ തിങ്ക് ഐ വിൽ ടേക്ക് ഇറ്റ്. ഫ്രീ ഏജന്റ് ആണ്. സോ ജൂൾസ് കുണ്ടെ നമ്മൾ 80 million റേസ് ചെയ്ത് പുള്ളിയെ സൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് ബി ബാഡ് മൂവ്. സോ പുള്ളി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, അത്യാവശ്യ ഘട്ടങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ആളുടെ നമുക്കറിയാമല്ലോ, ആളുടെ ഓൺ ദ ബോൾ എബിലിറ്റി ടു ഫ്ലൈ ഫ്രം ദ ബാക്ക്. പിന്നെ ലെഫ്റ്റ്, എനിക്ക് പുള്ളി ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് ആണെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി അറ്റ് അനദർ ബൂസ്റ്റ് ഫോർ ബാർസലോണ. സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ. അവിടെ നിന്ന് നമ്മൾ ബാർസലോണയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഡിസർബി ഡീൽ നടക്കത്തില്ല എന്ന ഓൾമോസ്റ്റ് ഷുവറാണ്. കാരണം ഇപ്പം സാവി തന്നെ സ്റ്റേ ചെയ്യും, ഒരു വർഷവും കൂടെ സ്റ്റേ ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി മേ ബി ഡിസിഷൻ മാറ്റിയേക്കാന്നൊക്കെ പറഞ്ഞ് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ മെയിൻ കാരണം എന്താ പറയുക, പുള്ളി ബാർസലോണയിൽ വന്നപ്പോൾ പുള്ളിയുടെ സാലറി വാസ് 3 million. ഇപ്പം ചെറിയൊരു സാലറി എക്സ്റ്റൻഷൻ ഉണ്ടായിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ഇപ്പം 6 million എങ്ങാണ്ട് അറേഞ്ച് ചെയ്തു. സോ സോറി ഫോർ ദ സൗണ്ട്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹാൻസി ഫ്ലിക്ക് ഒരു 5 million ബാർസലോണ വന്ന് കോച്ച് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹി ഈസ് ഗോയിങ് ടു ഡിമാൻഡ് വർക്ക്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഡിസർബിക്ക് ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. സോ നമ്മൾ ഓൾറെഡി പുള്ളിക്ക് സാലറിയും കൊടുക്കണം, കൂടെ ഡിസർബിയുടെ 20 million 25 million റിലീസ് ക്ലോസും പേ ചെയ്തെടുക്കുക ബാർസലോണയ്ക്ക് ഇപ്പം ഇമ്പോസിബിൾ ആണ്. സോ ബാർസലോണയ്ക്ക് ഫോർ നൗ ദ റൈറ്റ് തിങ്, അഥവാ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയും സാവിനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനല്ല, ഓൾറെഡി പുള്ളി കോൺട്രാക്റ്റിലാണ്. സോ പുള്ളി ഒരു വർഷം കൂടെ സ്റ്റേ ചെയ്യാനായിട്ട് ബാർസലോണ പുഷ് ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നമ്മൾ സാവിക്ക് വീണ്ടും ടൈം കൊടുക്കണം? ഐ തിങ്ക് സാവി സ്റ്റേ ചെയ്യാൻ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ബാർസലോണ ചെയ്യേണ്ട ഒരു കാര്യം, പുള്ളിയുടെ കറന്റ് ടീമിനെ പിരിച്ചുവിടാൻ പറയണം. ആദ്യം നല്ലൊരു അസിസ്റ്റന്റിനെ പുള്ളി കൊടുക്കണം. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഐ തിങ്ക്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സാവി സ്റ്റേ ചെയ്യുമെന്ന്. സാവി ഒരു ഡിസിഷൻ പറഞ്ഞ സ്ഥിതിക്ക് പുള്ളി എന്തായാലും വാക്ക് മാറ്റുമെന്ന് തോന്നുന്നില്ല. ഐ തിങ്ക് നമ്മുടെ കാൻഡിഡേറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധ്യത ഫ്ലിക്ക് ആയിരിക്കും. ഐ തിങ്ക് ഹി വുഡ് ബി എക്സ്പെൻസീവ് ദാറ്റ് സാവി. അതാണ് ക്ലബിനെ വിലക്കുന്ന മറ്റൊരു കാര്യം. ഫ്ലിക്കിന്റെ ഡിമാൻഡ് 10 million പ്ലസ് ആണെന്ന് കേൾക്കുന്നു പെർ ഇയർ സാലറി. ആൻഡ് ഡിസർവി എന്ന് പറയുന്ന പ്രോസ്പെക്ട് നോക്കുക വേണ്ട, സാലറിയും കൂടാതെ ആളുടെ റിലീസ് ക്ലോസും പേ ചെയ്തെടുക്കുക ഇമ്പോസിബിൾ ആണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇമ്പോസിബിൾ നല്ല പോസിബിൾ ആയാൽ തന്നെ ബാർസലോണ അതിലോട്ട് പോകത്തില്ല. ഡിസർവി എക്സ്പെൻസീവ് ആണ്, റിസ്കീവ് ആണ്. ഐ തിങ്ക് ഫ്ലിക്ക് ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് കോച്ച് എന്ന് എനിക്ക് തോന്നുന്നു. സോ അവിടെ നിന്ന് നേരെ നമ്മൾ പോഗ്ബയുടെ ഇൻസിഡന്റ് നോക്കുകയാണെങ്കിൽ, പോഗ്ബയ്ക്ക് ഡോപ്പിങ്ങിന്റെ കാര്യത്തിൽ എന്തായാലും 4 year ബാൻ കിട്ടിയ കാര്യം അറിയാണല്ലോ. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ടാലൻസ് ഇൻ ദ വേൾഡ് അല്ലേ നമ്മൾ കണ്ടതില്. പ്ലെയർ ആയിരുന്നു പുള്ളി. സിദാന്റെ ഹെയർ നെക്സ്റ്റ് സിദാൻ എന്നൊക്കെ പറഞ്ഞു വന്ന ഐറ്റം ആണ്. സോ യുവന്റസിൽ ആ മിഡ്ഫീൽഡ് ഫോർ ഓർമ്മയുണ്ടോ? മർക്കീസിയോ, പിർലോ, പോഗ്ബ, വിഡാൽ. സോ അതന്നെ ടീമായിരുന്നല്ലേ അമ്മാതിരി മിഡ്ഫീൽഡ്. പോഗ്ബ ഹാസ് എവറിത്തിങ് അല്ലേ. പുള്ളിക്ക് ഏത് റോളും ചെയ്യാം. ഓൺ ദ ബോൾ അബിലിറ്റി, പ്രസ് റെസിസ്റ്റൻസ്, ലോങ് ഷോട്ട്സ് ഒക്കെ എന്നാ ഷോട്ടുകളായിരുന്നു. പാസിങ്, ലോങ് ബോൾസ്, ലൈൻ ബ്രേക്കിംഗ് പാസുകള്, ഡ്രിബിളിങ്, ഫിസിക്കല്, ഏരിയൽ ത്രട്ട്. എന്നെ പ്ലെയർ ആയിരുന്നു, ഗിഫ്റ്റഡ് പ്ലെയർ ആയിരുന്നു. ബട്ട്
ഫുള്ളി യൂട്ടിലൈസ് ചെയ്തില്ല. ആൻഡ് ഫ്രാൻസ് വേർഷൻ ഓഫ് പോഗ്ബ ഇൻ ഫ്രാൻസ് ഓർമ്മയുണ്ട്, വേൾഡ് കപ്പിലൊക്കെ പോഗ്ബ ഫോർ ഫ്രാൻസ്, ഈവൻ യൂറോസിൽ പോലും 2016 പോഗ്ബ എന്നെ പ്ലെയർ ആയിരുന്നല്ലേ. സോ സച്ച് എ വേസ്റ്റ് ഓഫ് എ ടാലന്റ് ആൻഡ് ഡിസർവിങ് ആണ്. പിന്നെ ബാൻഡ് സബ്സ്റ്റന്റ് യൂസ് ചെയ്താൽ എത്ര വലിയ പ്ലെയർ ആണെന്ന് പറഞ്ഞാലും ഡിസർവിങ് ആണ്. അത് യൂസ് ചെയ്തെങ്കിൽ തെറ്റാണ്. സോ ആളത് അപ്പീൽ ചെയ്യുമെന്ന് കേൾക്കുന്നു. സെപ്റ്റംബറിലാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അന്ന് 2-0 യുവന്റസ് ജയിച്ച മത്സരത്തിൽ പുള്ളി ബെഞ്ചിലായിരുന്നു, പുള്ളിനെ ഇറക്കി പോലും ഇല്ല. സോ ഡൗട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നതിന് നേരത്തെ പുള്ളി ഫിറ്റായിട്ട് ബെഞ്ചിൽ എതിർന്നായിരുന്നു. സോ അന്ന് എന്താ പറയുക, അതോറിറ്റീസ് പുള്ളീനെ മാച്ചിന് ശേഷം ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയനാക്കുകയും ബാൻഡ് സബ്സ്റ്റന്റ് യൂസ് ചെയ്തതായിട്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. സോ ഇപ്പോഴാണ് വിധി വന്നിരിക്കുന്നത്. 4 years ബാൻ, 2028 വരെ ആൾ പുറത്തിരിക്കും. സച്ച് എ ടാലന്റ് അല്ലേ, എന്നെ ടാലന്റ് എന്നെ പ്ലെയർ ആയിരുന്നു അല്ലേ, എല്ലാവരും ഒരു ഡ്രീം പ്ലെയർ ആയിരുന്നു പുള്ളി. സോ അവിടെ നീ ഒരു അവസ്ഥയിലോട്ട് പോയി, നെക്സ്റ്റ് ബാലൻഡിയോർ അടിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന ഒരു പ്ലെയർ. സോ എന്നാ പറയാനാ, അവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു സിറ്റുവേഷനിലോട്ട് പോയി. പിന്നെ നമ്മളെ ബാർസലോണയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ കവറസ്കേലിയുടെ ഏജന്റുമായിട്ട് നമ്മൾ ടോക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. 90 million ആണ് മിനിമം പുള്ളിനെ സൈൻ ചെയ്യാൻ കോസ്റ്റ് ആവുക എന്ന് റിപ്പോർട്ട് കേൾക്കുന്നു. സോ കവറസ്കേലിയയിലോട്ട് നമ്മൾ നോക്കുന്നില്ല. സോ ആ ഡീലിൽ നിന്ന് എന്തെങ്കിലും റൂമേഴ്സ് ഒക്കെ കേൾക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫേക്ക്. ബാർസലോണ കവറസ്കേലിയ എന്ന് പറയുന്ന സംഭവത്തിലോട്ട്, എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്റ്റിലോട്ട് നോക്കുന്നേ ഇല്ല. ഇറ്റ്സ് ഓഫ്. സോ ആ കാര്യം ഡീൽസ് ഒക്കെ അഥവാ ഇനി എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ വരുവാണെങ്കിൽ മേ ബി അത് ട്രസ്റ്റബിൾ ആയിരിക്കത്തില്ല. ബാർസലോണ നോക്കുന്നില്ല. ഐ തിങ്ക് നമ്മുടെ നെക്സ്റ്റ് സീസണിലെ പ്രയോറിറ്റീസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് ലെഫ്റ്റ് സൈഡ് വിങ്ങർ, ഇത് രണ്ടും ആയിരിക്കണം. ഐ തിങ്ക് നമ്മളൊരു വിങ്ങറെ സൈൻ ചെയ്യും, പക്ഷെ അതെന്തായാലും കവറസ്കേലി ആയിരിക്കത്തില്ല എന്ന് ഏതാണ് ഷുവർ ആയിട്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളത്? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും